പ്രായപരിധി നിശ്ചയിച്ചത് പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ എന്ന് മുതിർന്ന CPM നേതാവ് എസ് രാമചന്ദ്രൻപിള്ള. പഴയ ആളുകളുടെ കഴിവും അനുഭവങ്ങളും പ്രയോജനപ്പെടുത്തും. CPMന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും എസ് രാമചന്ദ്രൻപിള്ള മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ വ്യക്തികളുടെ പ്രായം ഒരു മാനദണ്ഡമാണോ? അല്ല, വ്യക്തികളെ ഒരു പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം പഴയ പാർട്ടി പ്രവർത്തകരുടെ സേവനങ്ങളെയും അവരുടെ കഴിവുകളെയും ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായവുമുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളനത്തിലൂടെ പല നേതാക്കൾ G. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ മാറി. അപ്പോൾ അവർക്കുൾപ്പെടെ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു തലം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലല്ല, അതിപ്പോൾ ഉണ്ട്, താനും ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി നീങ്ങുന്നത്. ഞാനും ഇപ്പോൾ എനിക്ക് 88 വയസ്സ് തുടങ്ങി. തീർച്ചയായിട്ടും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായെങ്കിലും ശരി, ഇതിനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കും. യെസ്, എല്ലാവർക്കും താങ്കളെ പോലെ അങ്ങനെ ഒരു 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 ഘടകം അല്ലെങ്കിൽ ഒരു തലം ഈ പുറത്തു പോയവർക്കും എല്ലാവർക്കും ഉണ്ട് ആ തലം. അത് ഉപയോഗപ്പെടുത്തിയാണ് ഈ പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പാർട്ടിക്ക് കഴിഞ്ഞകാല ഈ അറിവുകളെയും അനുഭവങ്ങളെയും ഉപയോഗപ്പെടുത്താനാവില്ല. അതിനാവശ്യമായ സംവിധാനം ഇനിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. അതായത് ഈ പ്രായപരിധി നടപ്പിലാക്കുന്നുണ്ട് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല, കമ്മിറ്റിയിൽ നിന്നേ പോകുന്നുള്ളൂ. കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നു ഒരു പുതിയ തലമുറ വരാൻ. അതോടൊപ്പം അവരുടെ അറിവുകളെ അവരുടെ സേവനങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ സംവിധാനവും പാർട്ടിക്കുണ്ട്. ഈ പൊതുവെ ഈ ഒരു ഭരണ തുടർച്ച എന്നൊക്കെയാണ് ഇനിയും CPM അവകാശപ്പെടുന്നത്. ആ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും തീരുമാനിക്കും. അങ്ങനെ അനുകൂലമായിട്ട് ഒരു സംശയമില്ലാതെ തീരുമാനിക്കും. അങ്ങനെ ഒരു നേതാവിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങപ്പെടുന്നു, അങ്ങനെ ഒരു വിമർശനമൊക്കെ അല്ലേ? അതിപ്പോൾ ഈ പത്രങ്ങളാകെ സംഘടിതമായി ഒരു വിഭാഗം പത്രങ്ങൾ ഞങ്ങൾക്കെതിരായി വളരെ സംഘടിതമായി പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ 2016 വിശ്വസിച്ചില്ല, 2021 വിശ്വസിച്ചില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പൊതുവെ CPM പറയുന്നത് എപ്പോഴും CPM ഒരു കൂട്ടായ നേതൃത്വമാണ്, അങ്ങനെ ഒരു ഏക നേതാവില്ല എന്നുള്ളതാണ്. കൂട്ടായ നേതൃത്വമാണ്. അതിപ്പോൾ CPM ഉണ്ടായ കാലം മുതൽക്ക് തന്നെ കൂട്ടായ നേതൃത്വമാണ്. എല്ലാ അനുഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമ്പ്രദായമാണ്. താങ്ക് യു.